രണ്ടാമത്തെ എപ്പിസോഡിലേക്കാണ് വന്നിരിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിലെ ദൈവസഭ അല്ലെങ്കിൽ ദൈവമക്കൾ അല്ലെങ്കിൽ പുതിയ നിയമസഭ, ഈ സഭയ്ക്ക് ഒരു വ്യക്തമായൊരു പ്രമാണം, ഒരു വ്യവസ്ഥിതി കർത്താവ് തരുന്നുണ്ട്. അത് ഇന്ന് ആരും പഠിക്കുന്നില്ല. അത് ദൈവവചനത്തിലൂടെയുള്ള ഉപദേശത്തിലൂടെ ആരും പഠിച്ച് മനസ്സിലാക്കുന്നില്ല. ഞാൻ പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിൽ നിന്നും ഇതിൽ നിന്ന് പല കാര്യങ്ങൾ പറയുകയും പ്രസ്താവിക്കുകയും ചെയ്യുന്നതിൻ്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ, ഇതിനൊരു വ്യക്തത വരണമെങ്കിൽ പഴയ നിയമത്തിലൂടെയും പുതിയ നിയമത്തിലൂടെയും വിഷയങ്ങൾ അപഗ്രഥിച്ച് പഠിക്കേണ്ടത് ആവശ്യമുണ്ട്. ഇടുക്കമുള്ള വഴി, ഞെരുക്കമുള്ള വഴി എന്നുള്ള വിഷയം ഗഹനമായി പഠിക്കുമ്പോൾ ഈ ലോകത്തിൻ്റെ പ്രതാപവും ഈ ലോകത്തിൻ്റെ സുഖസൗകര്യങ്ങളും അല്ലെങ്കിൽ വിശാലമായ വഴിയിലൂടെയുള്ള യാത്രകളും നമ്മളെ എന്ത് ചെയ്യത്തില്ല, നിത്യതയിൽ കൊണ്ടെത്തിക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. സോളമൻ്റെ ജീവിതം അതിനൊരു നിഴലാണ്. ദാവീദിൻ്റെ ചരിത്രം നമുക്കതൊരു ഗുണപാഠം തരുന്നുണ്ട്. ദാവീദ് തന്നെക്കുറിച്ച് പറഞ്ഞത് എന്താ? ഞാനോ എളിയവനും ദരിദ്രനുമാകും. സോളമൻ അത് പറയാൻ കഴിഞ്ഞോ? ഇല്ല. സമൃദ്ധിയുടെ മടിത്തട്ടിൽ കിടന്നവനാ. സോളമൻ സമൃദ്ധിയുടെ മടിത്തട്ടിൽ കിടന്ന് സുഖലോലുപനായി ജീവിച്ച് 300 ഭാര്യമാരും 700 വെപ്പാട്ടിമാരും അങ്ങനെ കോടാനുകോടി സ്വത്തുകൾ സമ്പാദിച്ച് തൻ്റെ സാമ്രാജ്യം കെട്ടിപ്പൊക്കി ഭക്തനായിരുന്നെങ്കിലും പിൽക്കാലങ്ങളിൽ ഭക്തിയുടെ അനുഭവങ്ങളെ വിട്ട് അഭക്തിയുടെ പാതയിലേക്ക് സലോമൻ ചേക്കാറാനിടയായി തീർന്നു. തന്നിമിത്തം അവൻ്റെ പര്യവസാനം വേദനാജനകമെന്ന വേദപുസ്തകം നമുക്ക് തരുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, കഷ്ടതകളും ബുദ്ധിമുട്ടുകളും ഞെരുക്കങ്ങളും പ്രയാസങ്ങളും അല്ലെങ്കിൽ ഇടുക്ക് വഴി, ഞെരുക്കമുള്ള വഴി, അതിലൂടെയുള്ള യാത്രകളാണ് നിത്യതയിലേക്ക് ചെന്നെത്തുവാൻ പര്യാപ്തമെന്ന് എൻ്റെ മാന്യ ശ്രോതാക്കൾ ഇന്ന് പൽക്കാലം നന്നായിട്ട് മനസ്സിലാക്കണമെന്ന് ഞാൻ നിങ്ങളെ കർത്താവിൻ്റെ നാമത്തിൽ ഓർപ്പിക്കുന്നു. സ്തോത്രം, 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 സ്തോത്രം. ഇനി ഞാൻ അടുത്ത ഭാഗത്തേക്ക് വരികയാണ്. ഇതിൻ്റെ 15-ാമത്തെ വാക്യം വായിക്കാം. മത്തായി 7:15. കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുവീൻ. ഈ ഇടുക്കുവഴി, ഞെരുക്കമുള്ള വഴി, ഇടുക്കുവാതിൽ, ഞെരുക്കമുള്ള വാതിൽ, വിശാലമായ വാതിൽ, ഇതൊക്കെ പറഞ്ഞ് കഴിഞ്ഞതിന് ശേഷം പിന്നെ കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചോളാൻ പറയുന്നത് എന്തിനാ? തൊട്ടടുത്ത് തന്നെ ഈ വാക്യം വരുന്നതിനുള്ള കാരണം എന്താ? പഴയ നിയമത്തിൽ പഠിക്കുമ്പോൾ കള്ളപ്രവാചകന്മാരും ദുരുപദേഷ്ടകന്മാരും ഇസ്രായേൽ മക്കളുടെ ഇടയിൽ ഒട്ടനവധി ഉണ്ടായിരുന്നു. ഇസ്രായേൽ മക്കളെ അവർ ദൈവവ്യവസ്ഥയിൽ നിന്ന് തെറ്റിച്ച് കളഞ്ഞവരായിരുന്നു അവരെ. അപ്പൊ ഇടുക്കമുള്ള വഴി, ഞെരുക്കമുള്ള വഴിയിലൂടെ യാത്ര ചെയ്യാൻ വിധിക്കപ്പെട്ടിരിക്കുന്ന നമുക്ക് ഈ കള്ളപ്രവാചകന്മാരും ദുരുപദേഷ്ടകന്മാരും ഇറങ്ങി വന്നിട്ട് എന്ത് ചെയ്യും? വിശാലമായ വഴിയിലൂടെ തന്നെ നമ്മൾ പോകണം. നമ്മൾ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ഒന്നുമില്ലായിരുന്നു, കഷ്ടപ്പാടായിരുന്നു, ബുദ്ധിമുട്ടായിരുന്നു, ഞെരുക്കമായിരുന്നു. എന്നാൽ കർത്താവിനെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? സമൃദ്ധിയുടെ വാതിലുകൾ ദൈവം നമുക്ക് തുറന്നു തരും എന്ന് പറഞ്ഞ് യഥാർത്ഥ വഴിയെ മറിച്ചു കളയുന്നവർ, യഥാർത്ഥമായ ഇടുക്ക് വഴിയിലൂടെ, ഞെരുക്കമുള്ള വഴിയിലൂടെ യാത്ര ചെയ്ത് ബെയൂല ദേശത്ത് അല്ലെങ്കിൽ നിത്യതയിൽ ചെന്നെത്തേണ്ടുന്ന മക്കളെ, ദൈവമക്കളെ വിശാലമായ വഴിയിലൂടെ യാത്ര ചെയ്യിപ്പിച്ച് അവരെ നിത്യനാശത്തിലേക്ക് തള്ളിക്കളയുന്ന കള്ളപ്രവാചകന്മാരും ദുരുപദേഷ്ടകന്മാരെയും സൂക്ഷിച്ചു കൊള്ളുവീൻ എന്നാണ് കർത്താവ് ഇവിടെ പറയുന്നത്.
മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. കള്ളപ്രവാചകന്മാരും ദുരുപദേഷ്ടകന്മാരും ഈ വഴിയെ മറിച്ചു കളയുന്നവരാണ്. യെശയ്യാപ്രവാചകന്റെ പുസ്തകം ഞാൻ ഇന്നലെയും പറഞ്ഞെന്നാ എൻ്റെ ഓർമ്മ. എൻ്റെ 3-ാം അധ്യായം നമ്മളത് ബൈഹാർട്ടാക്കി ആ വാക്യം എടുക്കണം. കാരണം പഴയ നിയമത്തിൽ അതുപോലൊരു വാക്യം വേറെ കിട്ടാനുണ്ടെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ ജനമോ കുട്ടികൾ അവരെ പീഡിപ്പിക്കുന്നു, സ്ത്രീകൾ അവരെ വാഴുന്നു. എൻ്റെ ജനമേ, നിന്നെ നടത്തുന്നവർ നിന്നെ വഴിതെറ്റിക്കുന്നു, നീ നടക്കേണ്ടുന്ന വഴി അവർ നശിപ്പിക്കുന്നു. കണ്ടോ? ആരാ? കള്ളപ്രവാചകന്മാർ, ദുരുപദേഷ്ടകന്മാർ. അതുകൊണ്ട് അവരെ സൂക്ഷിക്കണം. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം എന്താ? നായ്ക്കളെ സൂക്ഷിപ്പിൻ, ആകാത്ത വേലക്കാരെ സൂക്ഷിപ്പിൻ, വിച്ഛേദനക്കാരെ സൂക്ഷിപ്പിൻ. അത് കള്ളപ്രവാചകന്മാരെ കുറിച്ച് പറയുക. അവർ ഈ വഴി മറിച്ചു കളയുന്നവരാ. കർത്താവിൻ്റെ ഒരു ശിഷ്യനായി, ഒരു ശിഷ്യയായി ക്രിസ്തു ജീവിതം തുടങ്ങി നിത്യതയിൽ ചെന്നെത്തുവാൻ, അല്ലെങ്കിൽ ബെയൂല ദേശത്ത് ചെന്നെത്തുവാൻ, സ്വർഗരാജ്യത്തിലേക്ക് ചെന്നെത്തുവാൻ തടസ്സമായി, വിഘാതമായി ദൈവവചനത്തെ കോട്ടിക്കളഞ്ഞ്, കൂട്ടുചേർത്ത് മറിച്ചു കളഞ്ഞ് ഈ വഴിയെ തെറ്റിച്ചു കളയുന്നവർ എഴുന്നേറ്റ് വരും. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൽ നമ്മൾ പഠിക്കുന്നത്, ആരും നിങ്ങളെ തെറ്റിക്കരുത്. അനേകരെൻ്റെ പേരെടുത്ത് വന്ന് നിങ്ങളെ പലരെയും തെറ്റിക്കും. നിങ്ങൾ തെറ്റിപ്പോകരുത്. ആരും നിങ്ങളെ തെറ്റിക്കരുത്. ഏദൻ പൂങ്കാവനത്തിൽ സംഭവിച്ചത് എന്താ? സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചു, തെറ്റിച്ചു. ദൈവത്തിൻ്റെ കർമ്മ പദ്ധതിയിൽ നിന്ന് മനുഷ്യനെ തള്ളിക്കളയാനുള്ള ആ യഥാർത്ഥ സാത്താൻ്റെ ഇടപെടൽ ഏദൻ തോട്ടത്തിൽ സംഭവിച്ചു. അതൊരു വാണിംഗ് ആയിട്ട് പുതിയ നിയമ സഭയ്ക്ക് തരികയാണ്. എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകരുത്. വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. വഷളായി പോകരുത്. ശ്രദ്ധിക്കുക, വഷളായി പോകരുത്. വഷളാക്കാനായിട്ട് ആൾക്കാർ നിൽക്കുകയാണ്. തെറ്റിച്ച് കളയാനായിട്ട് ആളെ നിൽക്കുകയാണ്. നേരെ പോകുന്നവനെ തെറ്റിച്ച് കളയുക. യെശയ്യാവ് പറയുന്നത് 3:12 പറയുന്നത്, നിന്നെ വഴി തെറ്റിക്കുന്നു. ആരാ നിന്നെ വഴി തെറ്റിക്കുന്നത്? നിന്നെ നടത്തുന്നവർ നിന്നെ വഴി തെറ്റിക്കുന്നു. ശ്രദ്ധിച്ചേ, നിന്നെ നടത്തുന്നവർ നിന്നെ വഴി തെറ്റിക്കുന്നു. ഇതൊന്നും ആർക്കും വേണ്ട. അവർ നിന്റെ വഴി നശിപ്പിക്കുന്നു. ഈ 2 പദങ്ങൾ എന്നെ വല്ലാതെ അങ്ങ് സ്വാധീനിച്ചിരിക്കുക. നിന്നെ നടത്തുന്നവർ നിന്നെ തെറ്റിക്കുന്നു. നീ നടക്കേണ്ടുന്ന വഴി അവർ എന്ത് ചെയ്യുന്നു? നശിപ്പിച്ചു കളയുന്നു. കർത്താവായ യേശുക്രിസ്തുവിന്റെ പത്യവചനവും ഭക്തിക്കൊത്ത ഉപദേശവും അനുസരിച്ച് ജീവിച്ച് നിത്യത പ്രാപിക്കേണ്ടുന്ന അനുഭവത്തെ, ആ വഴിയെ, ആ മാർഗത്തെ, ആ ഉപദേശത്തെ നശിപ്പിച്ചു കളയുന്നു. ഹല്ലേലൂയ. ഞാൻ ഈ ആത്മീയമായ കൂടിവരവുകളും കൂട്ടായ്മകളെ കുറിച്ചൊക്കെ എനിക്ക് പോകാൻ പറ്റിയില്ലെങ്കിലും ഞാനതൊക്കെ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യും. എന്താ ഈ പ്രിയപ്പെട്ടവരോട് പറയുന്നത്? എന്തുപദേശമാണ് ജനത്തിന് കൊടുക്കുന്നത്? ഏതൊക്കെ നിലയിലാണ് ദൈവജനത്തെ അവർ ഉപദേശിക്കുന്നത് എന്നൊക്കെ ഞാൻ സസൂക്ഷ്മം കേൾക്കും. കേട്ടിട്ട് ആ തിരുത്തി പറയാനിടയായിത്തീരും. അതെന്തിനാന്ന് ചോദിച്ചാൽ, യഥാർത്ഥ പത്യവചനം, ഉപദേശം കർത്താവിൻ്റെ ഹൃദയത്തിൽ തന്നിരിക്കുന്നത് കൊണ്ട് ആ ഉപദേശത്തിൽ നിന്ന് സാത്താൻ അവരെ വ്യതിചലിപ്പിച്ച് കളയുകയാണെങ്കിൽ ഞാനത് ശക്തമായിട്ട് ഇടപെടും. എനിക്കതിനുള്ള അധികാരം കർത്താവ് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാനത് ശക്തമായി പറയാനിടയായിത്തീരും. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ശുശ്രൂഷകന്മാർ വഴി തെറ്റിച്ച് കളയുന്നവരായി തീർന്നിരിക്കുന്നു. വഴി നശിപ്പിച്ചു കളയുന്നവരായി തീർന്നിരിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടു,
ഒരുത്തൻ കടലും കരയും കടന്ന് ഒരുത്തനെ നിങ്ങൾ മതത്തിൽ ചേർത്തിട്ട് ഇരട്ടിച്ച നരകത്തിന് യോഗ്യനാക്കുന്നു. ആര്? ശാസ്ത്രിമാരും പരീശന്മാരും. അത് ഇന്നും നമ്മുടെ പുതിയ നിയമസഭയിൽ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ബോധപൂർവം ഈ പ്രബോധനം നിങ്ങൾ കേൾക്കുക. കർത്താവും അപ്പോസ്തലന്മാരും പറഞ്ഞു വെച്ചിരിക്കുന്ന വചനത്തിന്റെ വ്യവസ്ഥയിൽ നിന്ന് ഒരണുവിട തെറ്റി മുമ്പോട്ട് പോകാൻ നമുക്ക് പാടുള്ളതല്ല. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അവർ പറഞ്ഞു വെച്ചിരിക്കുന്ന വ്യവസ്ഥ, കർത്താവ് പറഞ്ഞു വെച്ചിരിക്കുന്ന വ്യവസ്ഥ, അപ്പോസ്തലന്മാർ പറഞ്ഞു വെച്ചിരിക്കുന്ന വ്യവസ്ഥ, നമ്മൾ ജീവിക്കേണ്ട ഉപദേശം, ആ പ്രമാണം, അതിനെ മറിച്ചു കളയാൻ ആർക്കും ദൈവം അനുവാദം കൊടുക്കുന്നില്ല. ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ, സ്വർഗത്തിൽ നിന്നൊരു ദൂതനാകട്ടെ നിങ്ങളുടെ സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. നമ്മളിതിൻ്റെ അർത്ഥം മനസ്സിലാക്കുന്നില്ല. ഞാനിതിൻ്റെ അർത്ഥം നന്നായി മനസ്സിലാക്കിയാൽ മുമ്പോട്ട് പോകുന്നേ. ഹല്ലേലൂയ. ഇന്നലെ എനിക്കൊരു സന്ദേശം ജനത്തോട് പറയാനിടയായി തീർന്നു. അവൻ പുരുഷാരത്തെ ഇടയിലില്ലാത്ത ആടുകളെ പോലെ ചിന്നിയവരും ചെതിറിയരുമായി കണ്ടു. ചിതറിക്കിടക്കുന്നവരായി, ചിന്നിപ്പോയവരായി. ആ അവസ്ഥയിൽ കാണാനിടയായി തീർന്നു. ശുശ്രൂഷകന്മാരില്ലാഞ്ഞിട്ടാണോ? അതെ. കർത്താവ് ഭൂമിയിൽ വന്നപ്പോൾ മോശയുടെ പീഠത്തിലിരിക്കുന്ന, അല്ലെങ്കിൽ മോശയ്ക്ക് പകരം വചനം പഠിപ്പിക്കേണ്ട ശാസ്ത്രിമാരും പരീശന്മാരും ജനത്തെ തെറ്റായ നിലയിലാണ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ഇന്ന് ഏകദേശം അതേ അവസ്ഥയിലായിരിക്കുന്നു. സത്യവചനം, പഥ്യവചനം പ്രസംഗിച്ച് ജനത്തെ ശരിയായ പാതയിലൂടെ കൊണ്ടുപോകാൻ കഴിയാതെ തെറ്റായ ദിശയിലൂടെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. കർത്താവ് ജനത്തെ എങ്ങനെയാ പഠിപ്പിച്ചത്? സ്തോത്രം. മത്തായിയുടെ സുവിശേഷം 22:16 വാക്യം വായിച്ചേ. മത്തായി 22:16, മർക്കോസ് 12:14. പൊങ്ങം എന്ന് പറഞ്ഞ ദേശത്ത് ക്ലാസ് എടുത്തപ്പോൾ ഇത് ശക്തിയോടെ അവിടെ പറയാനിടയായി തീർന്നു. മത്തായി 22:16. ഗുരു നീ സത്യവാനും, 16 നീ സത്യവാനും. 16ന്റെ ആ രണ്ടാമത്തെ പാർട്ടിലേക്ക് വാ. അപ്പോൾ അതുണ്ട്. നീ സത്യവാനും. കണ്ടോ, ദൈവത്തിന്റെ വഴി നേരായി പഠിപ്പിക്കുന്നവൻ. ഇതെന്താ മനസ്സിലാക്കാത്ത? കർത്താവ് ദൈവത്തിന്റെ വഴി നേരായി പഠിപ്പിച്ചു. അപ്പോസ്തലന്മാർ ദൈവത്തിന്റെ വഴി നേരായി പഠിപ്പിച്ചു. ഇന്നത്തെ അപ്പോസ്തലന്മാരും ഇന്നത്തെ ശിഷ്യന്മാരും ദൈവത്തിന്റെ വഴി തെറ്റിച്ച് കളയുക. ഒരു വഴി നശിപ്പിച്ച് കളയുക. അത് വചനം കോട്ടിക്കളയുക, കൂട്ടുചേർക്കുക, മറിച്ച് കളയുക. എത്ര നാളായി ഇത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ പിന്നിലുള്ള അപകടം മണത്തത് കൊണ്ടാണ് സഹോദരങ്ങളെ ഞാനിത് ഇത്ര ശക്തിയോടെ പറയുന്നത്. ഈ ഫേക്കായിട്ടുള്ള സന്ദേശം കേട്ട് ജനം നിത്യതയിൽ നിന്ന് അകന്നു പോകും. അവർക്ക് അനുഗ്രഹങ്ങളൊക്കെ കിട്ടും. ഭൗതികമായൊരു അനുഗ്രഹിക്കപ്പെടും. അവർക്ക് വീടുണ്ടാകും, കാറുണ്ടാകും, അവർക്ക് തോട്ടങ്ങളുണ്ടാകും, അവർക്ക് ഏക്കർ കണക്കിന് സ്ഥലം കിട്ടും. അവരുടെ മക്കളെല്ലാം വിദേശത്താകും. അവരുടെ മക്കളെല്ലാം വിദേശത്തെ ജോലി ചെയ്യേണ്ട സ്ഥിതി വരും. വാരി കോരി നല്ലൊരു സമ്പാദ്യം അവർക്ക് നേടാൻ കഴിയും. പക്ഷേ അവരുടെ ആത്മരക്ഷയെക്കുറിച്ച് പരുങ്ങലിലാകേണ്ട അവസ്ഥയാണ്. സമ്പത്ത് ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മളെ അകറ്റിക്കളയും. ധനവാൻ സ്വർഗരാജ്യത്തിൽ കിടക്കുന്നത് ഒട്ടകം സൂചിക്കൊള്ളിലൂടെ കിടക്കുന്ന പോലെയാണ്. ഹല്ലേലൂയ. ധനം നല്ലതാണെങ്കിലും ധനം നമ്മെ നിയന്ത്രിക്കാൻ പോയാൽ, ധനം നമ്മെ ഭരിക്കാൻ തുടങ്ങിയാൽ നമ്മുടെ ആത്മീയതയ്ക്ക് മുള്ളിച്ചിരി സംഭവിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് കഷ്ടതകളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അനുഭവിച്ചു പോയ കർത്താവ് തൻ്റെ സ്ലീഹന്മാരും അപ്പോസ്തലന്മാരും നമുക്കൊരു മാതൃകയാണ്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, നിങ്ങൾ ഞങ്ങളെ അനുകരിപ്പിൻ, നിങ്ങൾ എന്നെ അനുകരിപ്പിൻ, ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ച മാതൃക പ്രകാരം നടക്കുന്നവരെ കുറിക്കൊള്ളുവിൻ. അവർ കഷ്ടതയിലൂടെയാണ് പോയതെന്നേ. പൗലോസും പത്രോസും യോഹന്നാനും പോയത് കഷ്ടതയിലൂടെയാണെന്നേ. നമ്മളിപ്പോൾ കഷ്ടത വേണ്ടെന്ന് പറഞ്ഞ് കഷ്ടതയെ ശാസിക്കുകയാണെന്നേ.
കഷ്ടത മാറിപ്പോയി, സമൃദ്ധി വന്നെന്നേ, ആത്മീയ മൂല്യച്യുതി സംഭവിച്ചെന്നേ. അതുകൊണ്ടല്ലേ ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുന്നേ. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, അപകട മേഖലയിലൂടെയാണ് വിശ്വാസികൾ യാത്ര ചെയ്യുന്നത്, സഭകൾ യാത്ര ചെയ്യുന്നത്, ആത്മീയ പ്രസ്ഥാനങ്ങൾ യാത്ര ചെയ്യുന്നത്. ഈ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പത്തിവചനം, ഭക്തികുത്ത് ഉപദേശം മറിച്ച് കളഞ്ഞിരിക്കുക, അതിനെ കോട്ടിക്കളഞ്ഞിരിക്കുക. സ്തോത്രം. അതിനോട് കൂട്ടുചേർത്തിരിക്കുക. ഹല്ലേലൂയ. കോട്ടിക്കളഞ്ഞു, കൂട്ടുചേർത്തു, മറിച്ച് കളഞ്ഞു. 3 പദങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചോണം. ഏത് ഉപദേശം കേട്ടാലും അപ്പോസ്തലന്മാരുടെ ഉപദേശത്തിൻ്റെ വ്യവസ്ഥ പ്രകാരമാണോ, അതോ കോട്ടിക്കളഞ്ഞതാണോ, കൂട്ടുചേർത്തതാണോ, മറിച്ച് കളഞ്ഞതാണോ എന്ന് ആ പറയുന്ന പ്രസ്താവനയും ഈ വചനവുമായിട്ട് ഉറച്ചു നോക്കണം, ദൈവവചനമായിട്ട് ഉറച്ചു നോക്കണം. ബരോബരെ വിശ്വാസികൾ അവരെങ്ങനെയുള്ളവരായിരുന്നു? തിരുവെടുത്ത് അങ്ങനെ തന്നെയോ ഒന്ന് ശോധന ചെയ്തുകൊണ്ടിരുന്നു. ആരെന്ത് പറഞ്ഞാലും കേൾക്കാം, കുഴപ്പമില്ല. പക്ഷേ ഈ പുതിയ നിയമ വ്യവസ്ഥയുമായിട്ട് നമ്മളതിനെ ശോധന ചെയ്യണം, നമ്മളതിനെ ഉരച്ചു നോക്കണം. കർത്താവ് തൻ്റെ അപ്പോസ്തലന്മാരും പറഞ്ഞ വചനങ്ങളുമായിട്ട് ഈ പ്രസ്താവനകൾ യോജിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഈ വചനത്തിന് അത് വിരുദ്ധമാണോ, അതോ അതിൻ പ്രകാരമാണോ എന്ന് ശോധന ചെയ്ത് വേണം. തെസ്സലോനിക്ക ലേഖനത്തിൽ സകലതും ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിപ്പിക്കും, തെറ്റായത് വിട്ടുകളയുക. ഇല്ലെങ്കിൽ എന്താ പറ്റും? അത് നമ്മുടെ ആത്മരക്ഷയെ ബാധിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ ഇത്ര കർക്കശമായ നിലയിൽ ഈ വിഷയങ്ങൾ നിങ്ങളോട് പറയുന്നത്. എനിക്കാരോടും വിരോധമില്ല, പിണക്കമൊന്നുമില്ല. എല്ലാവരും എൻ്റെ സ്നേഹിതന്മാരും എല്ലാവരും എൻ്റെ കൂട്ടുശുശ്രൂഷന്മാരൊക്കെയാണ്. പക്ഷേ ഉപദേശത്തെ വളച്ചൊടിക്കാൻ, ഉപദേശത്തെ തിരിച്ചു കളയാൻ ആരെയും ദൈവം അനുവദിച്ചിട്ടില്ല. അത് മറ്റൊരു സുവിശേഷത്തിലേക്ക് പോകും, അത് മറ്റൊരു ആത്മാവിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും, അത് മറ്റൊരു ക്രിസ്തുവിനെ പ്രസംഗിക്കുന്ന അവസ്ഥയാകും. അതുകൊണ്ടാണ് ഞാൻ ഈ വിഷയത്തിൽ ഗൗരവമായി ഇടപെടുന്നത്. ഗുരു, നീ ഉപദേശം എങ്ങനെയാ? അല്ല, വാക്യം നീ സത്യവാനും ദൈവത്തിന്റെ വഴി നേരായി പഠിപ്പിക്കുന്നവനും മനുഷ്യരുടെ മുഖം നോക്കാത്തവനും ആകയാൽ ആരെയും ശങ്കയില്ലാത്തവനുമായിരുന്നു. ഇതായിരിക്കണം നമ്മൾ. ഞാൻ മർക്കോസ് 12:14 വായിച്ചേ. അതും അത് തന്നെ. അവിടെ ഒരു ചെറിയൊരു വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം തിരിച്ചറിയാനാണ് അത് വായിക്കാൻ പറയുന്നത്. മത്തായി 22:16 മത്തായി 12:14 ഒരേ സബ്ജക്റ്റ് തന്നെയാണ്. ഒരു ചെറിയ വ്യത്യാസം കാണുന്നുണ്ട്. അത് രണ്ടും കൂടി ചേർത്ത് പഠിക്കുമ്പോഴാണ് ഉപദേശം ശരിയാവുന്നത്. മർക്കോസ് 12:14 ഗുരു, നീ മനുഷ്യരുടെ മുഖം നോക്കാത്തവൻ, ദൈവത്തിന്റെ വഴി നേരായി പഠിപ്പിക്കുന്നവനും നീ സത്യവാനും ആരെയും ഗണ്യമാക്കാത്തവനും എന്ന് ഞങ്ങൾ അറിയുന്നു. അവിടെ ആരെയും ശങ്കയില്ലാത്തവൻ, അവിടെ ആരെയും ഗണ്യമാക്കാത്തവൻ. നമ്മളിപ്പോൾ ഗണ്യമാക്കുക, ശങ്കയുള്ളവരായിത്തീരുക. ദൈവത്തിൻ്റെ വഴി നേരായി പഠിപ്പിക്കുന്നില്ല. കർത്താവിൻ്റെ വഴി നേരായി പഠിപ്പിക്കണം. കർത്താവ് അങ്ങനെ പഠിപ്പിച്ചു. സ്വർഗീയ പിതാവിൻ്റെ വഴി കർത്താവ് നേരായി പഠിപ്പിച്ചു. ആ കർത്താവിൻ്റെ വഴി അപ്പോസ്തലന്മാർ നേരായി പഠിപ്പിച്ചു. ഇന്നത്തെ അപ്പോസ്തലന്മാർ തിരിച്ചുകൊണ്ട് പോകാതെ. അതാ ഇവിടുത്തെ വിഷയം. ഇവിടെയാണ് എനിക്ക് ഇടപെടേണ്ടി വരുന്നത്. മരുഭൂമിയിൽ വെച്ചൊരു ശബ്ദമുണ്ടായി, എൻ്റെ വേലയ്ക്കായി നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ഒരു കുന്തം അറിയത്തില്ല എനിക്കന്ന്. ഉപദേശത്തിൻ്റെ ഒരു കണിക പോലും അറിയത്തില്ല. ആ സമയത്താണ് ആ ദൈവശബ്ദം കേൾക്കുന്നത്. കർത്താവിൻ്റെ വിലയേറിയ വചനം പഠിക്കുവാനുള്ള അവസരങ്ങൾ കർത്താവ് നൽകി തന്നു. ബൈബിൾ കോളേജിൽ നിന്നൊന്നുമല്ല, അത് വ്യക്തികളിൽ നിന്നാണ് പഠിച്ചത്. മനസ്സിലാക്കണം. അപ്പോഴാണ് ഈ ഉപദേശത്തിൻ്റെ മഹത്വം നമുക്ക് മനസ്സിലായത്, വ്യവസ്ഥിതികൾ മനസ്സിലായത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് കാണുന്ന സുവിശേഷ പ്രഘോഷണങ്ങളും വചന പ്രഘോഷണങ്ങളും ശുശ്രൂഷകളും രീതികളൊക്കെ ഏറെക്കുറെ ഞാൻ മനസ്സിലാക്കിയിട്ട് അതിൽ മുഴുവൻ മായമാ. അത് മുഴുവൻ മായം കലർന്നതാ. അത് പലതും തെറ്റിച്ച് എല്ലാവരെ കുറിച്ചല്ല ഞാൻ ഈ പറയുന്നത്. പലതും തെറ്റിച്ച് കളയുന്ന ശുശ്രൂഷകളാ, കൂട്ടുചേർത്തുള്ള പഠിപ്പിക്കലാ, തെറ്റിച്ചുള്ള പഠിപ്പിക്കലാ, കോട്ടിക്കളഞ്ഞുകൊണ്ടുള്ള പഠിപ്പിക്കലാ. അത് നമുക്ക് ഗുണമില്ല.
നമുക്ക് ആ ഇടുക്കമുള്ള ഞെരുക്കമുള്ള വഴിയിലൂടെ യാത്ര ചെയ്ത് മാത്രമേ കർത്താവിൻ്റെ സന്നിധിയിൽ ചെന്നെത്താൻ പറ്റുകയുള്ളൂ. അതിൻ്റെ ഇടയിൽ സമൃദ്ധിയുടെ വഴി കൊണ്ടുവന്ന്, അതിൻ്റെ ഇടയിൽ വിശാലമായ വഴി കൊണ്ടുവന്ന് നമ്മളെ പ്രബോധിപ്പിച്ചാൽ അത് ശരിയാകത്തില്ല, അത് ഫേക്കാണ്. അതുകൊണ്ടാണ് ഞാൻ ശക്തമായിട്ട് ഇടപെടുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ മത്തായിയുടെ സുവിശേഷത്തിലേക്ക് വരിക. കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളു, അവർ ആടുകളുടെ വേഷം കൊണ്ട് നിങ്ങളുടെ അടുക്കൽ വരുന്നു, അകമയോ കടിച്ചു കീറുന്ന ചെന്നായ്ക്കളാകുന്നു. അവരുടെ ഫലങ്ങളാൽ നിങ്ങൾ അവർക്ക് തിരിച്ചറിയാം. പ്രവൃത്തി പുസ്തകം 20-ാം അധ്യായം എടുത്താട്ടെ. പ്രവൃത്തി 20. ചെന്നായ്ക്കളെ സൂക്ഷിച്ചുകൊള്ളാൻ പറഞ്ഞു. പ്രവൃത്തി 20-ൽ പൗലോസ് എന്താ പറയുന്നത് ശ്രദ്ധിച്ചേ. വളരെ വിചിത്രമായിട്ട് എനിക്ക് തോന്നിയൊരു വിഷയമാണ്. പ്രവൃത്തി 20-ന്റെ വാക്യം പറയാം. 27 മുതൽ ഞാൻ വായിക്കുന്നു. ദൈവത്തിൻ്റെ ആലോചനൊട്ടും മറച്ചു വയ്ക്കാതെ ഞാൻ മുഴുവനും അറിയിച്ചെന്നിരിക്കുന്നുവല്ലോ. നിങ്ങളെ തന്നെയും സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ സഭയെ മേപ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷരാക്കി വെച്ച ആട്ടിൻകൂട്ടം മുഴുവനെയും സൂക്ഷിച്ചുകൊള്ളുവീൻ. ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കളുടെ ഇടയിൽ കടക്കും. അപ്പൊ കർത്താവ് മത്തായി 7-ൽ പറഞ്ഞു ചെന്നായ്ക്കളെ സൂക്ഷിക്കാൻ. പൗലോസ് പറയുന്നു കൊടിയ ചെന്നായ്ക്കളെ സൂക്ഷിച്ചുകൊള്ളുവീൻ. ചെന്നായ്ക്കളുടെ ഇടയിൽ കടക്കുമെന്ന് ഞാൻ അറിയുന്നു. ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളയുവാനായി. അപ്പോൾ കർത്താവിൻ്റെ ശിഷ്യന്മാരല്ല ഇവിടെ ഇവരുടെ ശിഷ്യന്മാരാക്കി കൊണ്ടു നടക്കുക. ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളയുവാനായി വിപരീതോപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ. വിപരീതോപദേശം ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി. കണ്ടോ, ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ആരെങ്കിലും നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. ഗലാത്യർ 1-6 മുതൽ 9 വരെ. ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി. ഇവിടെ എന്താ പറയുന്നത്? വിപരീതോപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ എഴുന്നേറ്റും നിങ്ങളുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കും. അതുകൊണ്ട് ഉണർന്നിരിപ്പീൻ. ഇവിടെ 2 കാര്യങ്ങളാണ്. ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളയുവാനായി വിപരീത ഉപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കും. ആ ഒരു ഗ്രൂപ്പ്. അടുത്ത് ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കും. നമ്മുടെ മധ്യത്തിലേക്ക് കടന്നു വരും. മനസ്സിലാക്കുക, നമ്മുടെ ഇടയിൽ കടക്കും, നമ്മുടെ ഇടയിൽ എഴുന്നേൽക്കും. ഇത് രണ്ടും അപകടമാണ്. നമ്മുടെ ഇടയിൽ കടക്കും, നമ്മുടെ ഇടയിൽ എഴുന്നേൽക്കും. സഭകളിൽ നിന്ന് എഴുന്നേൽക്കും, സഭകളിലേക്ക് കടക്കും. ശ്രദ്ധിക്കണേ, 2 കാര്യങ്ങൾ. 2 കാര്യങ്ങൾ. ഒന്ന്, നമ്മുടെ ഇടയിൽ നമ്മുടെ സഭകളിലേക്ക് കടന്നു വരും, കൂട്ടത്തിലേക്ക് കടന്നു വരും. ഒന്ന്, നമ്മുടെ കൂട്ടത്തിലേക്ക് കടന്നു വരും. 2, ഈ കൂട്ടത്തിൽ നിന്ന് തന്നെ എഴുന്നേക്കും ചിലർ. ഇത് 2 അപകടമാണ്. എല്ലാ സഭകൾക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളായി. അപ്പൊ ശുശ്രൂഷകന്മാർ ഏറെ ബോധവാന്മാരായിരുന്നില്ലെങ്കിൽ എന്തോ സംഭവിക്കും? അടിപടലം തെറ്റിപ്പോകും. കടന്നു വരുന്നവർ പറയുന്ന ഉപദേശവും കൂട്ടത്തിലുള്ളവർ പറയുന്ന ഉപദേശവും ഒന്ന് തന്നെയായിരിക്കണം. നമ്മൾ പറയുന്നത് ഒന്നായിരിക്കണം, മറ്റൊന്നാകാൻ പാടില്ല. അവർ പറഞ്ഞു വെച്ച ഉപദേശത്തിന് ചേരുന്നതായിരിക്കണം എല്ലാവരും പറയേണ്ടത്. നമ്മൾ പറയുന്നതെല്ലാം ഒന്ന്. കൊരിന്ത്യർ ലേഖനത്തിൽ അതിനെക്കുറിച്ച് കാണാൻ കഴിയും. കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായത്തിൽ അതിനെക്കുറിച്ച് ശക്തമായി പൗലോസ് പഠിപ്പിക്കുന്നുണ്ട്. സഹോദരന്മാരെ, നിങ്ങളെല്ലാവരും ഒന്ന് തന്നെ സംസാരിക്കുകയും നിങ്ങളുടെ ഇടയിൽ ഭിന്നത ഭവിക്കാതെ ഏക മനസ്സിലും ഏകാഭിപ്രായത്തിലും യോജിച്ചിരിക്കുകയും വേണമെന്ന് ഞാൻ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമം ചൊല്ലി പ്രബോധിപ്പിക്കുന്നു. 1 കൊരിന്ത്യർ 10-ാം അധ്യായം. എല്ലാവരും ഒന്ന് തന്നെ സംസാരിക്കണം. ഉപദേശം ഒന്നായിരിക്കണം. വിശ്വാസം ഒന്ന്, ഉപദേശം ഒന്ന്, സ്നാനമൊന്ന്, അഭിഷേകമൊന്ന്. എഫേസ്യ ലേഖനത്തിൽ ഇന്നലത്തെ മെസ്സേജിൻ്റെ ഇടയിൽ ഞാനത് പറഞ്ഞെന്നാണ് എൻ്റെ ഓർമ്മ.
എല്ലാം ഒന്നായിരിക്കണം, രണ്ടും രണ്ടാകാൻ പാടില്ല. ഒരാളൊന്ന് പറയും മറ്റൊരാൾ വേറൊന്ന് പറയുകയും ചെയ്താൽ പോയി. നിങ്ങളെ വിളിച്ചപ്പോൾ ഏക പ്രത്യാശയ്ക്കായി നിങ്ങൾ വിളിച്ചതുപോലെ, അപ്പോൾ പ്രത്യാശ ഒന്ന്, ശരീരമൊന്ന്, ആത്മാവൊന്ന്, കർത്താവൊന്ന്, വിശ്വാസമൊന്ന്, സ്നാനമൊന്ന്, അഭിഷേകം, എല്ലാം ഒന്നായിരിക്കണം. ഈ അപ്പോസ്തലന്മാർ പറയുന്ന ഉപദേശത്തിൻ്റെ വ്യവസ്ഥ പ്രകാരമായിരിക്കണമല്ല, രണ്ടാകാൻ പാടില്ല. അവർ പറഞ്ഞു വെച്ച വ്യവസ്ഥയ്ക്ക് യോജിച്ചതായിരിക്കണം. നിയമം അല്ലെങ്കിൽ ഈ സ്വർഗീയ കോടതിയുടെ നിയമം എല്ലാം ഒന്നാണ്, തെറ്റിക്കാൻ പാടില്ല. നിങ്ങൾ അപ്പോസ്തലന്മാരുടെ ഉപദേശം പഠിച്ചു നോക്കി, അവർ പറയുന്ന എല്ലാം ഒരേപോലെ പറയുന്നത്. അവർ പറയുന്നതെല്ലാം ഒരേ വ്യവസ്ഥയിൽ നിന്നാണ് പറയുന്നത്. 5 അപ്പോസ്തലന്മാരും ലൂക്കോസും കർത്താവും പറയുന്നത് ശ്രദ്ധിച്ചാൽ എല്ലാം ഒരുപോലെ പറയുന്നത്. വാക്കുകൾക്കും ആശയങ്ങൾക്കും വ്യത്യാസമുണ്ടെങ്കിലും കാര്യങ്ങൾ പഠിച്ചു വരുമ്പോൾ കൃത്യമായിരിക്കും. ഇന്ന് അങ്ങനെയല്ല, ഒരാൾ പറയുന്നത് മറ്റൊരാൾ പറയുന്നത് യോജിക്കത്തില്ല. മഹോദര കാലത്തിലൂടെ സഭ പോകുമെന്ന് ഒരു കൂട്ടർ പഠിപ്പിക്കുമ്പോൾ സഭ പോകത്തില്ലെന്ന് വേറൊരു കൂട്ടർ പഠിപ്പിക്കുന്നു. ഇവർ രണ്ടും രണ്ടായി, രണ്ട് പഠനങ്ങളായി. അഭിഷേകം പ്രാപിച്ചാലേ സ്വർഗത്ത് പോകത്തുള്ളൂ എന്ന് ഒരു കൂട്ടർ പഠിപ്പിക്കുമ്പോൾ സ്നാനപ്പെട്ട മതിയെന്ന് വേറൊരു കൂട്ടർ പഠിപ്പിക്കുക. അത് രണ്ടും രണ്ടായി. വേർപാട് വേണമെന്ന് ഒരു കൂട്ടര്, വേർപാട് വേണ്ടെന്ന് വേറൊരു കൂട്ടര്. വിശുദ്ധിയും വേർപാടും വേണമെന്ന് ശക്തിയോടെ വാദിക്കുന്ന ഒരു കൂട്ടര്, ചിലർ പറയുന്നത് രണ്ടും വേണ്ടെന്നൊരു കൂട്ടര്. അപ്പം അത് രണ്ട് പഠിപ്പിക്കലായി. അത് പാടില്ല. പഠിപ്പിക്കലെല്ലാം ഒരുപോലെ ആയിരിക്കണം. ഈ കോളേജുകളിലൊക്കെ പഠിപ്പിക്കും, ഒരു സിലബസിന് കൊടുക്കുന്ന നോട്ട്സൊക്കെ ഒന്ന് വേറൊന്നുമാണ്. എല്ലാം ഒരുപോലെ ഒരേ നോട്ട്സാണ്, ഒരേ ടെക്സ്റ്റ് ബുക്ക് എല്ലായിടത്തും പഠിപ്പിക്കുന്നേ. തെറ്റാകാൻ പാടില്ല, മറ്റൊന്നാകാൻ പാടില്ല. അതുപോലെ ദൈവവചനത്തിൻ്റെ പ്രമാണങ്ങളെ തെറ്റിച്ച് പഠിപ്പിക്കുവാൻ നമുക്ക് ആർക്കും അനുവാദം തന്നിട്ടില്ല. ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ആരെങ്കിലും തെറ്റായി പഠിപ്പിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവനെന്നാ പൗലോസ് പറഞ്ഞു വെച്ചത്. ഞങ്ങൾ പിന്നെയും പറയുന്നു, ഞങ്ങൾ നിങ്ങളോട് അറിയിച്ച സുവിശേഷത്തിന് വിരുദ്ധമായി ആരെങ്കിലും നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇടുക്ക് വഴിയിലൂടെ, വിശാലമായ വഴിയിലൂടെ യാത്ര ചെയ്യുവാൻ തടസ്സമായി നിൽക്കുന്നത് ആരാണ്? കള്ളപ്രവാചകന്മാരും ദുർവിധ. അതാണ് ഇവിടെ കർത്താവ് 15-ാം വാക്യത്തിൽ പറഞ്ഞത്, കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുവിൻ, അവർ ആടുകളുടെ വേഷം പൂണ്ട് നിങ്ങളുടെ അടുക്കൽ വരുന്നു, അകമയോ കടിച്ചു കീറുന്ന ചെന്നായ്ക്കളാകുന്നു. ഞാനിതിന് സാധാരണ പറയാറുള്ളത്, കർത്താവ് 1-ാം നൂറ്റാണ്ടിൽ ശിഷ്യന്മാരോട് പറഞ്ഞു, പോകുവിൻ, ചെന്നായ്ക്കളുടെ നടുവിൽ ഞാൻ നിങ്ങളെ കുഞ്ഞാടുകളെ പോലെ അയക്കും. കാലത്തിൻ്റെ കടന്നുപോക്കിൽ ഈ കുഞ്ഞാടുകളെല്ലാം ചെന്നായ്ക്കളായി മാറി. എങ്ങനെ? ഉപദേശം തിരിച്ചു കളഞ്ഞപ്പോൾ, വചനവിരുദ്ധമായ ഉപദേശങ്ങൾ തിരികെ കയറ്റിയപ്പോൾ കുഞ്ഞാടുകളെല്ലാം ചെന്നായ്ക്കളായി മാറി, കൊടിയ ചെന്നായ്ക്കളായി മാറി. ഇന്ന് ആത്മീയ ഗോളത്തിൽ ഈ ചെന്നായ്ക്കൾ കടന്ന് വിലസുകയാണ്, വിരഹിക്കുകയാണ്. അതാരും തിരിച്ചറിയുന്നില്ല. അത് കാണാനുള്ള ആത്മീയ ദൃഷ്ടിയുള്ളവർ വളരെ കുറവാണ്. നമുക്കെല്ലാവർക്കും ഒരുപോലെ അങ്ങ് പോകാം, ഒരു കുഴപ്പമില്ല എന്നാണ് പഠനം. പാടില്ല. ഞങ്ങളോട് പ്രാപിച്ച പ്രമാണം വിട്ട് ക്രമം കെട്ട് നടക്കുന്ന ഏത് സഹോദരനോടും അകന്നുകൊള്ളണം. പിണക്കില്ല, പക്ഷെ ഒരുമിച്ച് കൂട്ടായ്മ പാടില്ല. ഞങ്ങളോട് പ്രാപിച്ച പ്രമാണം. പ്രവൃത്തി 16-ന്റെ 3-4 ഒന്ന് വായിച്ചേ. പ്രവൃത്തി 16-ന്റെ 3-4. പ്രവൃത്തി 16-ന്റെ 3-4. പ്രവൃത്തി 16-ന്റെ 4-5 ഞാൻ വായിക്കാം. അവർ പട്ടണം തോറും ചെന്ന് യെരുശലേമിലെ അപ്പോസ്തലന്മാരും മൂപ്പന്മാരും വിധിച്ച നിർണയങ്ങൾ പ്രമാണിക്കേണ്ടതിന് അവർക്ക് ഏൽപ്പിച്ചു കൊടുത്തു. അങ്ങനെ സഭകൾ വിശ്വാസത്തിൽ ഉറയ്ക്കുകയും എണ്ണത്തിൽ ദിവസേന പെരുകുകയും ചെയ്തു. അവർ പട്ടണം തോറും ചെന്ന് യെരുശലേമിലെ അപ്പോസ്തലന്മാരും മൂപ്പന്മാരും വിധിച്ച നിർണയങ്ങൾ പ്രമാണിക്കേണ്ടതിന്, അപ്പോസ്തലന്മാർ കൊടുത്ത ഉപദേശം പ്രമാണിക്കേണ്ടതിന് അവരെ ഏൽപ്പിച്ചു കൊടുത്തു. അതൊന്നും തിരുത്താൻ പാടില്ല.
ആധാരമെടുത്തിൽ അവർ അവസാനം എഴുതി ഇതിൽ തിരുത്തില്ല എന്ന് എഴുതി വയ്ക്കും. എന്നുപോലെ ഇത് തിരുത്താൻ പാടില്ല. ഇത് ഓരോരുത്തർ തിരുത്തിക്കൊണ്ടിരിക്കുക. അപ്പോസ്തലന്മാരുടെ ഉപദേശത്തെ തിരുത്തിക്കൊണ്ടിരിക്കുക, കൊട്ടിക്കളഞ്ഞുകൊണ്ടിരിക്കുക, കൂട്ടിച്ചേർത്തുകൊണ്ടിരിക്കുക, മറിച്ചു കളഞ്ഞുകൊണ്ടിരിക്കുക. പാടില്ല, തെറ്റാണ്. സ്വർഗീയ കോടതിയുടെ മുൻപാകെ നിൽക്കേണ്ടി വരും. ഇനി 16-ാമത്തെ വാക്യത്തിലേക്ക് വരുന്നു. മത്തായി 7:16. അവരുടെ ഫലങ്ങളാൽ നിങ്ങൾ അവരെ തിരിച്ചറിയാം. ആരുടെ ഫലങ്ങൾ? കള്ളപ്രവാചകന്മാരുടെ. എഫെസോസ് സഭയിൽ പ്രവചിക്കാൻ വന്ന പ്രവാചകന്മാർ, സഭയിലെ ശുശ്രൂഷകന്മാരും വിശ്വാസികളും പരിശോധിച്ചപ്പോൾ ഈ പ്രവാചകന്മാർ എങ്ങനെ മനസ്സിലായി? കള്ളപ്രവാചകന്മാരെന്നവർ തിരിച്ചറിഞ്ഞു. പ്രവാചകന്മാരുടെ വേഷം കെട്ടി നടക്കുന്നവരൊക്കെ കള്ളപ്രവാചകന്മാരാണ്. പ്രവചനം എന്താണെന്ന് പഠിക്കണം. 1 കൊരിന്ത്യർ ലേഖനം 14-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ പ്രവചനം എന്താണ്? ആത്മീയ വർധനവിന്, ആശ്വാസത്തിന്, പ്രബോധനത്തിന് മനുഷ്യരോട് സംസാരിക്കുന്നു. യൂദയും ശീലാസും പ്രവാചകന്മാരാകിയാൽ പല വചനങ്ങളെ കൊണ്ട് പ്രബോധിപ്പിച്ചുറപ്പിച്ചു. അപ്പം പ്രവചനം വചനങ്ങളെ കൊണ്ട് പ്രബോധിപ്പിച്ചുറപ്പിക്കലാണ്, വചനത്തിലൂടെയുള്ള ഇടപെടലാണ്. മോനെ മോളെ എന്ന് വിളിച്ചിട്ട് ചക്ക തരും, മാങ്ങ തരും, തേങ്ങ തരും, വിസ തരും, വീട് തരും, കാറ് തരും, ലോറി തരും എന്നൊക്കെ പറയുന്നത് കള്ളപ്രവചനമാണ്. പ്രവചനം ആത്മീക വർധനവിനുള്ളതാണ്, അല്ലാതെ ഭൗതിക വർധനവിനുള്ളതല്ല. ഇതൊക്കെ ആരാ പഠിക്കുന്നേ? ഹല്ലേലൂയ, സ്തോത്രം. 16-ാം വാക്യം ഞാൻ വായിക്കുന്നു. അവരുടെ ഫലങ്ങളാൽ നിങ്ങളവരെ തിരിച്ചറിയാം. മുള്ളുകളിൽ നിന്ന് മുന്തിരിപ്പഴവും ഞെരിഞ്ഞുകളിൽ നിന്ന് അത്തിപ്പഴവും പറിക്കുമാറുണ്ടോ? നല്ല വൃക്ഷമൊക്കെ നല്ല ഫലം കായ്ക്കുന്നു, ആകാത്ത വൃക്ഷം ആകാത്ത ഫലം കായ്ക്കുന്നു.